സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനം. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. ആലപ്പുഴയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും പ്രളയ ദുരിതം തുടരുകയാണ്. കുട്ടനാട്, അപ്പർ കുട്ടനാട്, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. 77 ക്യാമ്പുകളിലാണ് 8000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നത്. AC റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. മന്ത്രിമാർ നാളെ കുട്ടനാട് സന്ദർശിക്കും. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് MLA റജി ചെറിയാൻ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. തോട്ടപ്പള്ളിയിൽ ഒഴുക്കിന് തടസ്സമായ താൽക്കാലിക നടപ്പാലം പൊളിച്ചു നീക്കി. നെടുമുടിയിൽ നിന്ന് ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജോസി, സംസ്ഥാനത്ത് നിന്നും അതിതീവ്ര മഴ തന്നെയാണെങ്കിലും പലയിടത്തും മഴ കാര്യമായിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും മഴ തുടരുന്നത് വലിയ പ്രയാസങ്ങൾക്കിടയാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഇപ്പോൾ ജോസി എവിടെയാണുള്ളത്? എന്താണ് അവിടുത്തെ അവസ്ഥ? ജിൽസി, കുട്ടനാട് മേഖല ഉൾപ്പെടുന്ന നെടുമുടി പഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നടന്നു പോകാൻ കഴിയുന്ന ദൂരമാണിത്. അതിനപ്പുറത്തേക്ക് ധാരാളം വീടുകൾ വെള്ളത്തിനടിയിലാണ്. നിരവധി കുടുംബങ്ങളെ ഇപ്പോൾ ഇവിടുന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടനാട് മേഖല ഉൾപ്പെടുന്ന ചെമ്പക്കുളം, നെടുമുടി, തലപടി, അതോടൊപ്പം തന്നെ വിയ്യപുരം, തകഴി അടക്കമുള്ള എല്ലാ പഞ്ചായത്തുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മുട്ടാറിൽ നിന്ന് ഇന്നലെയൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. രാമങ്കരി, കൈനഗിരി അടക്കമുള്ള, കാവാലം അടക്കമുള്ള മേഖലകളിലെല്ലാം വെള്ളക്കെട്ട് അതിൻ്റെ രൂക്ഷതയിലാണ്. നിരവധി കുടുംബങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ജില്ലയിലാകെ 77 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. അതിൽ 8000-ഓളം ആളുകൾ കഴിയുന്നുമുണ്ട്. എന്തായാലും ചെങ്ങന്നൂർ താലൂക്കിലാണ് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 25ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ചെങ്ങന്നൂർ താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടനാട് താലൂക്കിൽ 17-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളുമുണ്ട്. AC റോഡിൽ വെള്ളക്കെട്ട് മൂലം ഇപ്പോഴും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. KSRTC സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഏതു സമയം വെള്ളം ഉയർന്നാൽ സർവീസ് നിർത്തിവെക്കും. പമ്പ, അച്ചൻകോവിൽ ആറുകളിലും ജലനിരപ്പിൽ കാര്യമായ മാറ്റമില്ല. നേരത്തെ തോട്ടപ്പള്ളിയിൽ വെള്ളമൊഴുക്കിന് തടസ്സമായിരുന്ന താൽക്കാലിക നടപ്പാത പൊളിച്ചു നീക്കിയിട്ടുണ്ട്. റജി ചെറിയാൻ MLA നേരിട്ടെത്തി പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് നടപടി ഉണ്ടായത്. അവിടെ CPM-ന്റെ പ്രതിഷേധവും ഉണ്ടായി. അതിനിടെ കുട്ടനാടിനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി MLA-യുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഫോൺ വിളിച്ചിട്ടും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും എടുക്കുന്നില്ല എന്നുള്ള പരാതി ഉന്നയിച്ചു. അതിന് പിന്നാലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നാളെയും ഇന്നുമായി മന്ത്രിമാരുടെ കുട്ടനാട് സന്ദർശിക്കുമെന്നുള്ള അറിയിപ്പും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ചില വീടുകൾ മാത്രം ഉയർന്നു പണിത വീടുകളുണ്ട്. അവിടെ ഇപ്പോഴും ആളുകൾ തുടരുന്നുണ്ട്. നേരെ മറിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലേക്കും ഇപ്പോൾ വെള്ളക്കെട്ട് തന്നെ തുടരുകയാണ്. എന്തായാലും ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ്. മഴ മാറി നിൽക്കുന്നുവെങ്കിലും വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നതാണ് ഇപ്പോൾ ജില്ലയിൽ പ്രധാനമായും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ ധാരാളം ഇടങ്ങളിൽ മട വീണ് കൃഷിനാശവും സംഭവിച്ചിരുന്നു. മങ്കൊമ്പ് കൃഷി ഗവേഷണ കേന്ദ്രത്തിന്റെ കൃഷിയടക്കം നശിച്ചു. തകഴിയിലും കരുമാടിയിലും അതോടൊപ്പം തന്നെ ചമ്പക്കുളത്തും അടക്കം വിവിധ ഇടങ്ങളിൽ മട വീണ് വ്യാപകമായി രണ്ടാം കൃഷി ഇറക്കിയ പാടങ്ങൾ ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ എടുത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോഴും ആലപ്പുഴയിലും കുട്ടനാട്ടിലും അതോടൊപ്പം ചെങ്ങന്നൂരിലെ താലൂക്കിലുമൊക്കെ മഴക്കെടുതിയുടെ രൂക്ഷത അനുഭവിക്കുകയാണ്. പുറക്കാട് അനീഷ് എന്ന ആളുടെ വീട്ടിൽ കടൽക്ഷോഭത്തെ തുടർന്ന് വീടിന് കേടുപാട് പറ്റി. ആ മേഖലയിലൊക്കെ ധാരാളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ദുരിതാശ്വാസത്തിന്റെ അല്ലെങ്കിൽ മഴയുടെ കെടുതിയിൽ വലിയ പ്രതിസന്ധിയിലാണ് കുട്ടനാടൻ ജനത. എന്തായാലും 2-3 ദിവസം മഴ പൂർണ്ണമായി മാറി നിന്നാൽ മാത്രമേ ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു മോചനം ഉണ്ടാകുകയുള്ളൂ. ചെങ്ങന്നൂരിലും സമാനമാണ് സ്ഥിതി. അപ്പോൾ മഴ മാറി നിൽക്കണം, വെള്ളം ഇറങ്ങണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ആലപ്പുഴയിൽ നടക്കാനുണ്ട്. നിലവിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് ആളുകൾ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് ജോസി ബാബു നൽകിയത്.